കാര്യം വർഷത്തിലൊരിക്കലേ വരുള്ളൂ എങ്കിലും മോളുടെ അച്ഛന് ഇതുപോലെ എക്സ്ട്രാ ആക്ടിവിറ്റീസിലൊക്കെ നല്ല താല്പര്യം. കമോൺ ചേച്ചി, ഇനി ഇതുപോലെ പല കാഴ്ചകളും നമുക്ക് കാണാറുണ്ട്. മനുവേട്ടൻ കഴിഞ്ഞ തവണ വന്നപ്പോ മോൾക്ക് കുറെ ബ്രഷും കളറും ഒക്കെ കൊണ്ട് കൊടുത്തു. ഞാൻ പറഞ്ഞില്ല സുജാതെ, മനു മാത്രമല്ല എല്ലാ അച്ഛന്മാരും മക്കളെ ഒരുപാട് സ്നേഹിക്കുന്നവരാ. അവർക്ക് വേണ്ടിയാ ഈ ഒറ്റപ്പെടലും കഷ്ടപ്പാടും ഒക്കെ അനുഭവിക്കുന്നത്. ഇന്നത്തോടെ രണ്ടുപേരുടെയും കള്ളത്തരം നമുക്ക് കണ്ടുപിടിക്കാം. അങ്ങോട്ട് പോ. വായിച്ചേ. ആരാ അത്? അയ്യോ അയ്യോ, ഓടി വരണേ, കള്ളൻ കള്ളൻ. മാഡം, മാഡത്തിന്റെ വീട്ടിൽ കള്ളൻ കയറി. മാഡം, കള്ളൻ കള്ളൻ. അയ്യോ മാഡം. അയ്യോ മാഡം. എന്താ ചേച്ചി? അവിടെ രണ്ടുപേര് വീടിന്റെ മണ്ടേ കയറി എത്തി നോക്കുമായിരുന്നു. ഞാൻ നിലവിളിക്കുന്ന കണ്ടപ്പോ ഓടി രക്ഷപ്പെട്ടു. ദേ അതിലേ ഓടിയത്. ഇപ്പൊ ചേച്ചിക്ക് എല്ലാം ബോധ്യപ്പെട്ടല്ലോ. ഇതാണ് പണ്ടുള്ളവർ പറയണത്, ആണുങ്ങളെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പാടില്ല, പ്രത്യേകിച്ചും പോലീസുകാരാ. ഹലോ, എന്താ അമ്മി? എവിടെയാ? അത് ഞാനിവിടെ ഓഫീസില്. ഓഫീസിൽ? ഇതുവരെ ഇറങ്ങിയില്ലേ? ഇല്ല, ഇന്ന് കുറച്ച് ജോലി കൂടുതലുണ്ടായിരുന്നു. നിങ്ങളുടെ ജോലി ഞാൻ കണ്ടടം. ഹലോ ആമി, കട്ട് ചെയ്തോ? ഹലോ ആമി, ഇങ്ങനെ പോയ ഉടനെ കട്ട് ചെയ്യേണ്ടി വരും. ഹലോ, കേൾക്കുന്നുണ്ടോ? ഉണ്ട്, പറഞ്ഞോ. നീ എവിടെ? ഞാൻ വീട്ടില്. അല്ലാതെ എവിടെ പോവാനാ? അല്ല, അവിടെ വണ്ടി ഓടുന്ന ഒച്ച കേൾക്കുന്നുണ്ടല്ലോ. അത് ഈ വഴി ഒരു വണ്ടി പോയതാ. അല്ല, നീ എന്തിനാ വിളിച്ചേ? വെറുതെ ദത്തേട്ടൻ ഇറങ്ങിയോന്നറിയാൻ. ശരി, ഇറങ്ങുമ്പോ വിളിച്ചാ പോരെ? അപ്പൊ ഉടനെ വരാൻ ഉദ്ദേശമില്ലല്ലേ? എന്താടോ, വരുമ്പോ എന്തെങ്കിലും വാങ്ങണോ? ഓ വേണ്ട, ഇങ്ങോട്ട് വന്നാ മതി. ശരി. സർ, എന്തിനാ ചേച്ചി വിളിച്ചേ? അറിയില്ല, ഈയിടെയായിട്ട് അവളുടെ സംസാരം പെരുമാറ്റമൊക്കെ കുറച്ച് ഇൻഡിഫറൻറ്റാ. സാറ് കള്ളം പറഞ്ഞല്ലേ? എനിക്കറിയാം, എല്ലാ ആണുങ്ങളും ഇതുപോലുള്ള അവിഹിത സന്ദർഭങ്ങളില് കള്ളം മാത്രമേ പറയൂ. നേരെ നോക്കി വണ്ടി ഓടിക്കും, കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കാതെ. ഓ ആയിക്കോട്ടെ, ഞാൻ പറയാനുള്ള പറഞ്ഞു. ഇനിയെല്ലാം CID ചേച്ചിയുടെ ഇഷ്ടം.